ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് 5ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായാണ് വന്നേക്കണത്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ വീട്ടിൽ വെച്ചാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ഇന്ന് വലിയൊരു നോമ്പ് തുറ ഫംഗ്ഷൻ നടക്കണ്ടേ. 100 ചില്ലാനും ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷനാണ് കേട്ടോ ഇത്. അപ്പോൾ വാപ്പിച്ച് എല്ലാ വർഷവും നടത്താറുണ്ട്, അതുപോലെ തന്നെ ഈ വർഷവും നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്കൊക്കെ കൊടുത്ത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അതേ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമ്മുടെ ഓരോരോ റിലേറ്റീവ്സിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ അതേ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നതാണ് നമ്മുടെ കൊച്ചാപ്പാട വീട്. അന്ന് നമ്മൾ ആണ്ടിന് വന്നത്. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെയൊക്കെ ഓരോരോ ബിൽഡിങ്ങുകളാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇതേ ഉൾവഴിയിലേക്ക് കയറിയപ്പോൾ ഈ കാണുന്നത് ഈ റൈറ്റ് സൈഡിലെ ബിൽഡിങ്ങുകളെല്ലാം നമ്മുടെ മൂത്താപ്പാട ബിൽഡിങ്ങുകളാണ് കേട്ടോ. അപ്പോൾ മൂത്താപ്പ താമസിക്കുന്ന വീടാണ് ഇതേ ഈ കാണുന്നതാണ്. അങ്ങനെ നമ്മൾ ഇതേ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ അതേ ഇത് കണ്ടില്ലേ, മുറ്റത്തൊക്കെ നമ്മുടെ ടേബിള് ചെയറൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇപ്പോൾ ഒരുപാട് ആളുകൾ പങ്കെടുക്കണ കാരണം എല്ലാവർക്കുള്ള സൗകര്യം അനുസരിച്ച് എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുറ്റത്ത് മുഴുവനായിട്ട് എല്ലാ മുറ്റത്തും ഇങ്ങനെ നിറച്ച് കംപ്ലീറ്റ് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ടേബിളും ചെയറൊക്കെ. അതേപോലെ തന്നെ അകത്തും അതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഫ്രൂട്ട്സുകളൊക്കെ ഇവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പാല് ഇവിടെ ചായ റെഡിയാക്കാനായിട്ട് വലിയ ചരുവത്തിലാണ് കേട്ടോ ചായ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് 100 ചില്ലാനും ആളുകൾക്ക് ചായ വേണ്ടേ, പള്ളിയിൽ കൊടുക്കണം, അതേപോലെ വീട്ടിൽ വേണം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചായ നമ്മളിതേ ഒരുമിച്ചാണ് വയ്ക്കണത്. അതിൻ്റെ ഇടയിൽ തരി കാച്ചാൻ വേണ്ടിയിട്ടും പാൽ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ദേ ഉമ്മിച്ച് ഇവിടെ രാവിലെ തന്നെ മീൻകറിയൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഉള്ളിയൊക്കെ ഒന്ന് താളിച്ച് ഒഴിച്ചാൽ മതി. ബാക്കിയൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ ആഴ്ച എന്നെ കൊണ്ടുപോയിട്ട് അക്വേറിയൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ പറയണ്ടിട്ടാ. അപ്പോൾ അതിൽ കുറേ സ്മോൾ ഫിഷസ് അവൾക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിലിങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവൾ ഇങ്ങനെ കാണിക്കുന്നു പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പറയണമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ്ടോ നിങ്ങളെ കാണിക്കാനായിട്ട്. അവളിങ്ങനെ ഓരോന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവൾക്ക് ആകെ പേടിയാണ്, ആ വലിയ ഫിഷ് ചെറിയ ഫിഷിനെ കഴിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഐശായിക്കായിട്ട് കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്തും ക്ലാസ്സൊക്കെ ട്യൂഷന് പോയൊക്കെ ഉണ്ട്, അവർക്ക് എക്സാം ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ നമ്മളെ ഉമ്മച്ചീനെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു ഇരുത്തുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതേ ഇന്ന് മുന്തിരി ജ്യൂസാണ്. അപ്പോൾ ജ്യൂസൊക്കെ ഇവിടെ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേ സമൂസ. അപ്പോൾ സമൂസ പള്ളിയിൽ കൊടുക്കണം, അതുകൂടാണ്ട് ഇവിടെ വേണം. അപ്പോൾ ഒരുപാട് സമൂസയൊക്കെ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എണ്ണി സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എണ്ണി മാറ്റിയൊന്നും വേണ്ട, പള്ളിയിലത്തേക്ക് വേറൊരു ബോക്സ്, ഇവിടെ വേറെ ബോക്സ്, അങ്ങനെയൊക്കെ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇത് മുട്ട കബാബാണ് കേട്ടോ. ഇങ്ങനെ മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ പുറമെ ഇങ്ങനെ തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ ഇവിടെ പാലൊക്കെ ഇവിടെ തിളച്ച് വന്നുണ്ട് റവ കാച്ചാനായിട്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും റെസിപ്പി ഒന്നും എടുത്തെടുത്ത് കാണിക്കണില്ല കേട്ടോ. കാരണം വെച്ചാൽ ആകെ ഒരു തിക്കും തിരക്കാണല്ലോ. അപ്പം ഞാൻ അവിടെ ഇവിടെ നിന്നിങ്ങനെ ഓരോരോ വീഡിയോകൾ ഓരോരോ ക്ലിപ്പുകളാണ് ഞാൻ എടുക്കുന്നത്. മുഴുവനായിട്ട് ഓരോ റെസിപ്പിയുടെയൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ആകെ ഒരു തിരക്കല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ അതേ നമ്മുടെ റവയും സേമിയയും കൂടി മിക്സ് ചെയ്താണ് റവ കാച്ചിയത് ഉണ്ടാക്കണേ. അപ്പോൾ അത് ഈ കാണുന്നതാണ് കേട്ടോ ആ ഇത്ത, നമ്മുടെ വീട്ടിൽ വരുന്ന ഇത്തായാണത്. അതേപോലെ തന്നെ അയൽവക്കത്തുള്ള ഇത്താമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാട്ടോ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കണത്. അപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സുകളൊക്കെ വേണമല്ലോ, ഒരുപാട് ആളുകളുണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരെ ഇതെല്ലാം ഇങ്ങനെ ഇരുന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കണമല്ലോ. അപ്പോൾ അതേ കപ്പങ്ങ, അതേപോലെ ഓറഞ്ച്, പൈനാപ്പിൾ, തണ്ണിമത്തൻ, ഇതൊക്കെയായിരുന്നു ഫ്രൂട്ട്സായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ പാലൊന്നും ഇതുവരെയും തിളച്ചിട്ടില്ല കേട്ടോ. പാലിൽ ഏലക്കയൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. റവ കാച്ചിയത് ഇവിടെ സെറ്റായിട്ടുണ്ട്, ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മീൻകറിയിലും ഇനിയൊന്ന് ഉള്ളി മൂപ്പിച്ചൊഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇങ്ങനെ മൂപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ മീൻകറിയും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. രാവിലെ ഉണ്ടാക്കിയത് കാരണം ചെറിയൊരു ചൂട് വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാണ്. അപ്പോൾ അതേ ഇതൊക്കെ ഇനി മൂപ്പിച്ച് മീൻകറിയിലേക്ക് ഒഴിക്കുക കേട്ടോ. അപ്പോൾ അത് ഒഴിക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മച്ചി അത് ഇങ്ങനെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുകയാണ്. ഒരുപാട് കയ്യിലൊക്കെ ഇട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീനൊക്കെ അലന്നു പോകില്ല. അപ്പോൾ ആവൂല് വറുത്തരച്ച മീൻ കറിയാണ് കേട്ടോ അത്.
അപ്പോൾ അതിൻ്റെ ഇടയിൽ റവ കാച്ചിയത് റെഡിയായാൽ മധുരം ഉള്ളത് വേറെ, മധുരം ഇടാത്തത് വേറെ ആയിട്ട് സെപ്പറേറ്റ് ഇങ്ങനെ ആക്കി വെച്ചേക്കാണ്. അപ്പോൾ വരുന്നവരിൽ കുറേ പേരൊക്കെ മധുരം ഇടാതെ കുടിക്കണവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മധുരമുള്ളതൊക്കെ ഇങ്ങനെ റെഡിയാക്കി അതൊക്കെ ഇനി ഓരോ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ പകർത്തി റെഡിയാക്കി വെക്കണമല്ലോ. അപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് ഇനി സമയമുണ്ട്. അപ്പോൾ അതിന് മുമ്പേ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കട്ടിങ് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് വേണമായതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചായ അവിടെ തേയിലേക്കിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മൂത്തുമ്മ, വാപ്പച്ചിയുടെ മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യ കേട്ടോ അത്. പിന്നെ അതേ ഓരോരുത്തരും ഇങ്ങനെ ഓരോ സൈഡിൽ പിള്ളേരൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അതേ പള്ളിയിലേക്ക് നമുക്ക് ചായ കൊണ്ടുപോകണം. അപ്പോൾ ഒരുപാട് പേരൊന്നും പള്ളിയിൽ നോമ്പ് തുറക്കണില്ല, മിക്കവരും ഇവിടെ തന്നെയാണ് കേട്ടോ നോമ്പ് തുറക്കണേ. പള്ളിയിലുള്ളവരും ഇവിടെ ഉള്ളവരൊക്കെ ഒരേ ആളുകളായതുകൊണ്ട് പകുതി പേര് അവിടെയും പകുതി പേര് ഇവിടെ അങ്ങനെയായിട്ടാണ് നോമ്പ് തുറ നടത്തണത്. അപ്പോൾ അതേ ഞങ്ങളെല്ലാം ഇങ്ങനെ ഡൈനിങ് ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സമൂസ, കട്ട്ലേറ്റ്, മുട്ട കബാബ്, പിന്നെ ഒരുപാട് പല ടൈപ്പ് ഫ്രൂട്ട്സുകൾ, തരി കാച്ചിയത്, മുന്തിരി ജ്യൂസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം ഓരോന്നോരോന്നൊന്നും എടുത്തെടുത്ത് പറയാനൊന്നും പറ്റൂല. അപ്പോൾ അതേ അകത്ത് എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ചെയറിലൊക്കെ ഇരിപ്പുണ്ട് പല പല സ്ഥലങ്ങളിലായിട്ട്. നോമ്പൊക്കെ ഇനി സമയമുണ്ടല്ലോ. അപ്പോൾ അതേ ആണുങ്ങളൊക്കെ പുറത്തായിട്ടാണ് വരുന്നത്, പെണ്ണുങ്ങളകത്തും അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഓരോരോ റിലേറ്റീവ്സാണ് കേട്ടോ ഈ ഇരിക്കണതൊക്കെ. അപ്പോൾ എല്ലാവരും ഓരോരുത്തരുടെ അടുത്ത് പരിചയപ്പെടുത്താനൊന്നും പറ്റിയ സിറ്റുവേഷൻ അല്ലല്ലോ ഇത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ പുറത്തും വെയിറ്റ് ചെയ്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്നും എനിക്കും അത്ര പരിചയമൊന്നുമില്ല. അപ്പോൾ കുറേ അയൽവക്കക്കാർ, കുറേ റിലേറ്റീവ്സ്, പിന്നെ വാപ്പിച്ചിയുടെ കുറേ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഉസ്താക്കന്മാർ, അങ്ങനെ എല്ലാവരെയും. അപ്പോൾ പിള്ളേരാണ് ഇതൊക്കെ ഓരോരോ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ബാങ്ക് കൊടുക്കാനുള്ള വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ബാങ്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബാങ്ക് കൊടുത്ത് അങ്ങനെ എല്ലാവരും ഓരോരോ നോമ്പ് തുറന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതേ അകത്തതേ അതിൻ്റെ ഇടയിൽ പെണ്ണുങ്ങളും ഇങ്ങനെ നോമ്പ് തുറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ പെണ്ണുങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്തായിട്ടാണ് അകത്താണ് ഇരുന്നേച്ചത്. അധികം പെണ്ണുങ്ങൾ കുറവായിരുന്നു, കൂടുതലും ആണുങ്ങളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ നോമ്പൊക്കെ തുറന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു സന്തോഷമാണല്ലേ, നല്ല രസമാണ് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നോമ്പ് തുറക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ വർഷത്തിലൊരിക്കൽ വാപ്പിച്ച് ഇതിങ്ങനെ നോമ്പ് തുറ ഇങ്ങനെ ഫംഗ്ഷൻ നടത്താറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നടത്താറുണ്ട്. അപ്പോൾ പിള്ളേരൊരു ഭാഗത്ത് ഒതുങ്ങിയിരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോരോ വീഡിയോകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണല്ലോ നമ്മളെല്ലാവരുമായിട്ട് ഇങ്ങനെ കാണുന്നതും ഇങ്ങനെ ഒരുമിച്ച് കൂടണതും ഒക്കെ, അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതേ ഈ എൻ്റെ അടുത്ത് ഇരിക്കണത് നമ്മുടെ അയൽവക്കത്തുള്ളൊരു ഇത്തായാണ്. അപ്പോൾ ഈ ഇത്താടെ വീട്ടിലാണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നോമ്പ് തുറക്കാൻ പോയത്. അപ്പോൾ ആ ഇത്താടെ അവിടുത്തെ മോളുടെ കൊച്ചാണ്ടോ മടിയിലിരിക്കണത്. അങ്ങനെ എല്ലാവരും, അപ്പോൾ പെണ്ണുങ്ങളൊക്കെ പതുക്കെ ഇരുന്നാണ്ടാ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ അതേ ആണുങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇതേ നിസ്കാരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് പള്ളിയിലേക്ക് പോയിട്ടുണ്ട്, കുറച്ച് പേര് ഇവിടെ നിന്നാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ പെണ്ണുങ്ങൾ അകത്ത് ഓരോരോ മുറികളിലായിട്ടാണ് ഇരുന്ന് നിസ്കാരമൊക്കെ നടത്തുന്നത്. അപ്പോൾ അകത്ത് പുറത്തുനിന്നുള്ള ഓരോരോ ഫുഡുകൾ, ഓരോ സ്നാക്കുകളൊക്കെ അകത്തേക്ക് കൊണ്ടുപോകണതാണ് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ പോകണത് ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ പാത്തു കൊടുത്ത വീഡിയോയാണ് കേട്ടോ ഇത്, അതാണ് കേട്ടോ അത്ര ഇങ്ങനെ ക്ലിയർ അല്ലാത്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ ഇവിടെ ബേബി ഇവിടെ കിടപ്പുണ്ട്, പിള്ളേരെല്ലാവരും വട്ടം കൂടി നിൽപ്പുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ മുറികളിലായിട്ട് ഇങ്ങനെ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൊച്ചാപ്പാടെ മൂത്താപ്പാടെ മരുമക്കളൊക്കെയാണ്. അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ ആണുങ്ങളുടെ ഫുഡടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും 1-2 ട്രിപ്പായിട്ടൊക്കെ ഉണ്ട് ഇരിക്കണത്. ഒരുപാട് ആളുകളുണ്ട്, പിന്നെ സീറ്റും ഒരുപാട് ഉള്ളതുകൊണ്ട് വലിയ തിക്കും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ഇതൊക്കെ ഓരോരോ നമ്മുടെ ബന്ധുക്കൾ, അയൽവക്കക്കാർ, പിന്നെ വാപ്പിച്ചിയുടെ ഫ്രണ്ട്സ്, ഉസ്താദന്മാർ, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരെയൊന്നും എനിക്ക് അത്ര ക്ലിയർ ആയിട്ടൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പത്തിരി, ബീഫ് കറിയും, പിന്നെ ഇടിയപ്പം, കുറുമക്കറി, അതൊക്കെ ആയിരുന്നേ. അപ്പോൾ അതെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു. ഇനിയിപ്പോൾ അതേ പെണ്ണുങ്ങളാണ് അടുത്ത ട്രിപ്പ് ഇരിക്കണത്. അപ്പോൾ പെണ്ണുങ്ങൾ ഇരിക്കണ വീഡിയോസ് പിന്നെ നമുക്ക് എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഞാൻ ഓരോരുത്തരുടെ ഇടയിൽ കൂടെയൊക്കെ നടന്ന് ഇങ്ങനെ ഓരോരോ വീഡിയോകളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ.
അപ്പോൾ ഉമ്മച്ചിക്ക് ഒരു അനീറ്റിയും ഒരു ചേട്ടത്തിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം നോമ്പൊക്കെ ആയതുകൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ട് കാരണം. അപ്പോൾ അവരുടെ പിള്ളേരാണ് കേട്ടോ വന്നത്. അപ്പോൾ അതേ ഇത് ഉമ്മച്ചിയുടെ അനീത്തിയുടെ മൂത്ത മോനാണ്, റഫീഖ് എന്നാണ് പേര്. അവന് കളമശ്ശേരിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഓരോരോ ഫംഗ്ഷൻ വരുമ്പോഴല്ലേ എല്ലാവരെയും നേരിട്ട് കാണുള്ളൂ. അതായിട്ട് ഓരോരുത്തരെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഉമ്മച്ചിയുടെ അനീത്തിക്ക് രണ്ടാമത്തെ മകനുണ്ട്. അപ്പോൾ അവനാണ് ഷെഫീഖ്. അപ്പോൾ അവനാണ് കേട്ടോ ഇത്. അപ്പോൾ അവൻ ഇവിടെ തന്നെ ഒരു ബാഡ്മിൻ്റൺ കോർട്ട് നടത്തുക കേട്ടോ. അപ്പോൾ അതേ പാത്തു ഐശുവൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അവർ ഇത്താടെ കൂടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ ഞാൻ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പതുക്കെ വീഡിയോസൊക്കെ എടുക്കുകയാണ്. പെണ്ണുങ്ങളെ ആകുമ്പോൾ പിന്നെ നമുക്കിങ്ങനെ കയറി ഇങ്ങനെ ഒന്ന് എടുക്കാമല്ലോ വീഡിയോസൊക്കെ. അപ്പോൾ ഓരോരുത്തരെ ഞാൻ പരിചയപ്പെടുത്തണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പരിചയപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും തീരൂല. അപ്പോൾ നമ്മുടെ ബന്ധുക്കളും അയൽവക്കക്കാർ അങ്ങനെയൊക്കെയാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ കുറേ പേരെയൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോകളിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോയിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ ഒരു ബോറാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ഒന്നും പരിചയപ്പെടുത്തണില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. പിന്നെ വർത്താനമൊക്കെ പറഞ്ഞ് പതുക്കെയാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത്. കാരണം ഇനിയിപ്പോൾ ആരും അങ്ങനെ ഇരിക്കാനൊന്നുമില്ല, എല്ലാം ബന്ധുക്കളൊക്കെ തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കും, സമയം പോണതേ അറിയില്ല. അപ്പോൾ ഇതൊക്കെ വാബ്ജിയുടെ ജ്യേഷ്ഠൻ്റെ മക്കൾ, അതേപോലെ ഉമ്മച്ചിയുടെ അനീത്തിയുടെ മക്കളൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടി കൂടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് കണ്ടുവരുന്നത് ഒരു ഗ്യാങ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവരുടെ വീഡിയോ ഒന്നും എടുത്താണ്ട്. ബാക്കിയുള്ള ആണുങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു, ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കഴിക്കാനായിട്ട്. അതിനതേ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളൊക്കെ ഇങ്ങനെ വർത്താനത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്, വിളമ്പാനും അതിനൊക്കെ ആകെ ഒരു തിക്കും തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ അകത്ത് ഇവിടെ പിള്ളേരൊക്കെ നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ അതേ ഈ മൂത്തുമാടെ അടുത്ത് ഇരിക്കുന്നത് എൻ്റെ ഉമ്മച്ചിയുടെ ചേട്ടത്തിയുടെ മോളാണ് കേട്ടോ, ഷമീദ എന്നാണ് പേര്. അപ്പോൾ അവളുടെ പിള്ളേരാണ് കേട്ടോ ഇത്. അപ്പോൾ മൂത്തുമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല, ഇവളാണ് വന്നത്. പിന്നെ മൂത്തുമ്മക്ക് 2 പെൺമക്കളാണ് കേട്ടോ. രണ്ടാമത്തത് ഈ ഫംഗ്ഷൻ ഉണ്ട്, അവളിവിടെ ഇല്ല. അപ്പോൾ അവളെ കല്യാണം കഴിച്ചേക്കണ ദ്വീപിലാണ് കേട്ടോ, ലക്ഷദ്വീപിൽ. അപ്പോൾ അതുകൊണ്ട് അവൾ വന്നിട്ടില്ല ഫംഗ്ഷന്. അപ്പോൾ അതേ പിള്ളേരെല്ലാവരും നല്ല കളിയിലാണ് അകത്ത്. പിന്നെ ഓട്ടോ ഒന്നും ഇല്ലാത്ത കാരണം പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു സൈഡിൽ അടിങ്ങി ഒതുങ്ങിയിരുന്ന് കളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്നിപ്പോൾ പിള്ളേരെയൊക്കെ കിട്ടിയേക്കണ കാരണം പിള്ളേർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇതാണ്ട ബാബ്ജിയുടെ രണ്ടാമത്തെ ജ്യേഷ്ഠനും മോനാണ് ഈ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നത്. അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ജീരകക്കഞ്ഞിക്കുള്ള ഉള്ളിയൊക്കെ താളിക്കാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ തറാവി കഴിഞ്ഞുള്ള ജീരകക്കഞ്ഞി, അതുപോലെ തന്നെ അത്താഴത്തിനുള്ള ഫുഡ്, അതൊക്കെ നമ്മൾ പാർസലായിട്ട് ഉസ്താദിനെ കൊടുത്തു വിടാൻ പോവുകയാണ്. ഉസ്താദ് വീട്ടിൽ വരില്ല കേട്ടോ. അപ്പോൾ മെയിൻ പള്ളി എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെയാണ്. അപ്പോൾ അവിടുത്തെ ഉസ്താദന്മാർക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കണത്. അപ്പോൾ അതേ ഉള്ളി, അതേപോലെ തന്നെ കറിവേപ്പില, ഇതൊക്കെ നന്നായിട്ട് ഇങ്ങനെ നെയ്യിൽ ഇങ്ങനെ മൂപ്പിക്കുകയാണ്. ഇതേ ഇങ്ങനെ കഞ്ഞിയൊക്കെ മുമ്പേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഇതിങ്ങനെ ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അവർക്ക് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ ആ പാത്രത്തിലേക്ക് ഒഴിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആകെ ഒരു തിക്കും തിരക്കാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ തീർത്തിട്ട് വേണം ഇനി സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പണിയിലേക്ക് ഏർപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ പയറൊക്കെ ഇവിടെ തോരൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉസ്താദന്മാർക്കുള്ള ഫുഡൊക്കെ ഇങ്ങനെ പാത്രത്തിൽ റെഡിയാക്കുക കേട്ടോ. അപ്പോൾ 3 ഉസ്താദന്മാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്കുള്ള ഫുഡാണ് ഉള്ളത്. അപ്പോൾ ചോറ്, മീൻകറി, പിന്നെ ജീരകക്കഞ്ഞി, തോരൻ, പപ്പടം, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഓരോരോ പാത്രത്തിൽ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആകെ ഒരു തിക്കും തിരക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കഞ്ഞി കണ്ടില്ല. അപ്പോൾ ഇതും ഓരോ 3 പാത്രത്തിലൊക്കെ ആക്കണം കേട്ടോ, 3 ഉസ്താദന്മാരുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ മുട്ടയും കൂടി ഒന്ന് വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതും കൂടി നമ്മളിങ്ങനെ റെഡിയാക്കേണ്ട. അപ്പോൾ താറാമുട്ടയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ താറാമുട്ട നമ്മളൊന്ന് വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതും വെച്ച് പെട്ടെന്ന് തന്നെ അതൊക്കെ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ആകെ അവർക്ക് തറാവീന് മുമ്പ് ഇതൊക്കെ റെഡിയാക്കി സെറ്റാക്കി കിട്ടണം. അപ്പോൾ അതിൻ്റെ ഒരു തിക്കും തിരക്കുമാണ്. അങ്ങനെ അതൊക്കെ ഓരോരോ പീസാക്കി നമ്മളിങ്ങനെ ഒരു ബോക്സിലാക്കി ഇങ്ങനെ അതും കൊടുത്തു വിട്ടിട്ടാണ്. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചത്. ഫുഡൊന്നും കഴിക്കാനേ പറ്റണുണ്ടായിരുന്നില്ല, വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എങ്കിലും പിന്നെ അതൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷം ഇത് കണ്ടില്ലേ, അപ്പം ഞാൻ ജസ്റ്റ് അങ്ങനെ ബിരിയാണിയുടെ ഇങ്ങനെ ചെമ്പ് പൊട്ടിക്കണ ഒരു വീഡിയോ ഇങ്ങനെ ജസ്റ്റ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ എരിവില്ലാണ്ട് മോളിൽ നിന്ന് ഇങ്ങനെ നെയ്ച്ചോറ് പോലെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
ഉമ്മച്ചി പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ ഒരു വീഡിയോ എടുത്താണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. കൂടുതലൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പരമാവധി എടുത്തെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. അതേപോലെ തന്നെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് അയച്ചു കൊടുക്കുക. അതേപോലെ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പ് സ്പെഷ്യലായിട്ട് ഇപ്പോൾ ഡെയിലി വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ വീണ്ടും ഈ സപ്പോർട്ട് എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു നോമ്പിൻ്റെ വിശേഷവുമായിട്ട് വരുന്നവരെ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.